എന്തുകൊണ്ടാണ് കപിൽ സിബലിനെ പോലെയുള്ള സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു നിര തന്നെ വളരെ ശക്തിയുക്തം വാദിച്ചിട്ട് പോലും വഖഫ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കാതിരുന്നത്? സുപ്രീം കോടതി അതിന് കാരണമായി പറഞ്ഞത് വഖഫ് ആക്ടിന്റെ പുതിയ ഭേദഗതിയിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ശരിയാണ്. ഉമീദ് ആക്ടിന്റെ സെക്ഷൻ 3B ക്ലോസ് 1 അനുസരിച്ച് ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കപ്പെട്ട ഡിസംബർ 6-ന് മുമ്പായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് കൃത്യമായും ട്രിബ്യൂണലിനെ സമീപിച്ച് മതിയായ കാരണങ്ങൾ ബോധിപ്പിച്ച് ട്രിബ്യൂണലിൻ്റെ അനുവാദത്തോടുകൂടി പിന്നീടും വഖഫ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്ന് ഒരു ക്ലോസ് ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, മതിയായ കാരണങ്ങൾ ട്രിബ്യൂണലിനെ ബോധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതൊരു തർക്കത്തിനുള്ള സാധ്യത നമ്മൾ തുറന്നു കൊടുക്കുകയല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, വിവിധ സംസ്ഥാന വഖഫ് ബോർഡുകൾ, പ്രത്യേകിച്ച് കേരള വഖഫ് ബോർഡ് കൃത്യമായും ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഡിജിറ്റൽ രേഖകൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം, അതിനുള്ള അനുമതി ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അത് അനുവദിക്കാതെ ഇത് മുത്തവല്ലിമാരുടെ തന്നെ ഉത്തരവാദിത്തമാണ്, അവർ തന്നെ ചെയ്യണം എന്ന ശാഠ്യം ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, വഖഫിൻ്റെ ഉമീദ് പോർട്ടലിലെ രജിസ്ട്രേഷനുമായി ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് പറഞ്ഞു വെക്കുകയാണ്. നിലവിൽ ഉമീദിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന ബാധ്യത നിലവിലുള്ളത് ഓൾറെഡി വഖഫ് ബോർഡ് മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് പ്രോപ്പർട്ടികളുടെ മുതവല്ലിമാർക്കാണ്, അഥവാ അതിനെ മാനേജ് ചെയ്യുന്ന കമ്മിറ്റികൾക്കാണ്. അതേസമയത്ത് ഇതുവരെ ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത കമ്മിറ്റികളോ മുതവല്ലിമാരോ ഒരിക്കലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അതിനുവേണ്ടി ശ്രമിക്കരുത്. അതേസമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഉമീദിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഞാനിവിടെ വരുത്തി വെക്കുകയാണ്.